4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ചെറിയൊരു എരിവും പുളിയുള്ള ഒരു ക്രിസ്പി സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയാലോ? കൊൽക്കത്ത സ്ട്രീറ്റുകളിൽ കിട്ടുന്ന ജാൽമുരി നമ്മളുടെ ടേസ്റ്റിന് പറ്റുന്ന സ്പെഷ്യൽ പൗഡറൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ? ഇതുണ്ടാക്കാൻ വെറും 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. എന്നാ വായോ വീട്ടിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ടരിഞ്ഞ തേങ്ങാക്കൊത്ത് വേണേ. ഇനി വേണ്ടത് 1.5 ടീസ്പൂൺ അച്ചാറിൽ നിന്നുള്ള എണ്ണയാണേ. ശരിയായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കടുകെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കടുകെണ്ണയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, അതുകൊണ്ട് അച്ചാറിൻ്റെ എണ്ണയായാലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഒരു കൈപ്പിടി നിറയെ കപ്പലിൻ്റെ എടുത്ത് ഒന്ന് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കാമേ. പച്ചക്കപ്പലിൻ്റെ ഇടരുത്, വറുത്ത കപ്പലിൻ്റെ തന്നെ ഇതിന് ഉപയോഗിക്കണേ. ഇനി 2 ടേബിൾ സ്പൂൺ മിച്ചർ വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കുനുകുന അരിഞ്ഞത് ആവശ്യത്തിന്. എരിവുള്ള ഒരു പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞത് ഒരെണ്ണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ എണ്ണ 1.5 ടീസ്പൂൺ. ഇനി ഒരു അരമുറി തക്കാളി അകത്തെ കുരു എല്ലാം കളഞ്ഞ് വളരെ നൈസായിട്ട് അരിഞ്ഞത്. ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ മതി ജാൽമുരി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക്, നൈസായിട്ട് അരിഞ്ഞ മല്ലിയില, നമ്മുടെ അച്ചാറിൽ നിന്ന് എടുത്തിട്ടുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാങ്ങ ഉണക്കിയ പൊടിയാട്ടോ. ഈ പൊടി എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടേ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഇട്ടേക്കാം കേട്ടോ. ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ പുളിപ്പിന് വേണ്ടി നമുക്ക് നാരങ്ങ നീര് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആംചൂർ പൗഡർ ഇട്ട് കൊടുത്താൽ നല്ലൊരു പച്ചമാങ്ങയുടെ ഫ്ലേവറും കൂടെ ഇതിന് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മിച്ചർ ചേർത്ത് കൊടുക്കാം. മിച്ചർ കുറച്ച് എരിവുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തൊലി മാറ്റിയെടുത്ത കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത പീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മെയിൻ താരം പൊരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഈ ബ്രാൻഡിന്റെ പൊരിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 കപ്പിൽ കൂടുതൽ ഞാൻ പൊരി എടുത്തിട്ടുണ്ടേ. ഇനി ഈ പൊരി ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് പൊരിയെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വെക്കല്ലേ, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവേ. പൊരിയെടുത്ത് ഇതുപോലെ അമർത്തി നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നതാട്ടോ ഇതിൻ്റെ പാകം. അപ്പം പൊരിയെല്ലാം നല്ല കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊരി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് 2 നുള്ളി ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴത്തേക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ജാൽമുരി എപ്പോൾ ഉണ്ടാക്കിയാലും ആദ്യം മസാലക്കൂട്ട് തയ്യാറാക്കി വെക്കണേ. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അന്നേരം മാത്രമേ ഈ പൊരി ഒന്ന് വറക്കാവുള്ളൂ കേട്ടോ. കാരണം ഈ പൊരി ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാത്രം പൊരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ മസാലക്കൂട്ടിലോട്ടിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ ജാൽമുരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ അല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇതിനെ ജാൽമുരിന്നും ഝാൽമുരിന്നും മസാലമുരിന്നൊക്കെ കേൾക്കാം കേട്ടോ പേര്. ഝാൽ എന്ന് പറഞ്ഞാൽ എരിവും, മുരി എന്ന് പറഞ്ഞാൽ പൊരിയുന്നതാണ് കേട്ടോ അർത്ഥം. വൈകുന്നേരത്തെ നല്ല കട്ടൻ ചായയുടെയോ അല്ലെ നല്ല കടുപ്പമുള്ള ചായയുടെയോടൊക്കെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയൊരു എരിവും പുളിയും ഉള്ള ഝാൽമുരി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ.